ഹദീസിന്റെ ഇമാമുകൾ, ധാരാളം ഇമാമുകൾ എത്രയോ ഇൽമുകൾ രചിച്ചതും എത്രയോ കിതാബുകൾ രചിച്ചതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇമാം സുയൂത്തി മാത്രം 600-ൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിലെ വിവരം, ആ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതേ സുയൂത്തി റളിയല്ലാഹു അൻഹു തങ്ങളവர்கள் തന്നെ പറയുന്നത് 2 ലക്ഷം ഹദീസ് തന്റെ കാലത്ത് ഭൂമുഖത്ത് ലോകത്താകെയുള്ളൂ. ആ 2 ലക്ഷം ഹദീസ് ഒന്ന് ക്രോഡീകരിച്ച് ജംഉൽ ജവാമി എന്ന ഗ്രന്ഥം ഹദീസ് ഉണ്ടാക്കാൻ വേണ്ടി മെനക്കെട്ടിട്ട് അല്ലാഹു തആല അള്ളാഹുവിന്റെ വിധി വന്ന് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തങ്ങളവர்கள் വഫാത്തായി. മഹാനർ റസൂലുള്ളാഹിനെ കിനാ കാണുന്നത് എന്നാണ്? 904 റബീഉൽ അവ്വൽ 2 വ്യാഴാഴ്ച. അപ്പൊ 904 കഴിഞ്ഞ് 911 ഇമാം സുയൂത്തി വഫാത്താകുന്നത്. ഏതാണ്ട് 6-7 വർഷക്കാലം ഈ ജംഉൽ ജവാമി എന്ന കിതാബിൽ മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വ്യാപൃതനായിട്ടും അതിൽ മുഴുവനുമായി ഹദീസ് തന്റെ കാലത്ത് ഭൂമുഖത്തുള്ളത് ക്രോഡീകരിക്കാൻ പറ്റിയില്ല. അതും പോയി. ഈ അദ്ദേഹം ക്രോഡീകരിച്ച ജംഉൽ ജവാമിന്റെ തന്നെ ഹദീസ് ലോകത്തില്ല. ഞാൻ പറയുന്നത് ലോകത്ത് മൊത്തം കാണുന്ന എല്ലാ ഹദീസിന്റെ കിതാബുകളും പരിശോധിച്ചാൽ 1 ലക്ഷം ഹദീസ് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് തികക്കാൻ ഒരു വഹാബിക്കും ഒരു വിവരമുള്ളൊരു മനുഷ്യനും പരിശോധിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനും കഴിയില്ല. പിന്നെ ഏത് സുന്നത്ത് കിതാബിയും മടങ്ങാൻ പറയുന്നത്? ഏത് സുന്നത്തിന്റെ ഏത് സുന്നത്തിക്ക് മറങ്ങണമെന്നാ? ഇപ്പൊ ഒരു പറയും സുന്നത്തായാൽ തന്നെ പോരാ, ഇവിടെ സുന്നത്ത് എടുക്കണമെങ്കിൽ വല്ലാത്ത രസം. എന്തൊരു സുന്നത്ത് പറഞ്ഞാലും അതൊക്കെ ആയത്തിനെതിരെ, ഹദീസിനെതിരെ, ബുദ്ധിക്കെതിരെ, എല്ലാത്തിനെതിരായിരിക്കും. എന്തിനെതിരെ? പല്ലിനെ കൊല്ലണ ഹദീസും കുറിപ്പ് ഖുർആനിലില്ല. പല്ലിനെ കൊല്ലണ ഹദീസ് ഒക്കെ കാലത്തിലായി നമ്മൾ പല്ലിനെ കൊന്നാ കൂലിട്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട്, പല്ലിനെ കൊന്നാ കൂലിട്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര വാള് കേൾക്കാൻ തുടങ്ങി. ആരെങ്കിലും അത് എതിർത്തോ? ഇപ്പൊ വഹാബികൾ ഇപ്പൊ അറിഞ്ഞു നോക്കുമ്പോ ഓലെ ബാപ്പപ്പാപ്പാര് പറഞ്ഞിട്ടില്ല, ഓലെ ഗുരുഭൂതന്മാർ പറഞ്ഞിട്ടില്ല, ഓലെ മേലെയുള്ളവർ പറഞ്ഞിട്ടില്ല, അവസാനത്തോട് പറഞ്ഞു നോക്കുമ്പോ പല്ലിനെ കൊല്ലുന്ന ഹദീസ് ഖുർആനിലെ ആയത്തിന് വിരുദ്ധമാണ്. കൊല്ലണമെന്നും പുണ്യണ്ടെന്നും റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വിശുദ്ധ ഖുർആനെതിരാണ്. എന്താണ് എതിര്? പല്ലി തസ്ബീഹ് ചൊല്ലുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്, പല്ലി തസ്ബീഹ് ചൊല്ലുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. തസ്ബീഹ് ചൊല്ലുന്ന ആ പല്ലിന് എന്തിനാ കൊല്ലണേ? ഇനി കൊല്ലുന്നെങ്കിൽ തന്നെ കൊല്ലുന്നത് എന്തിനാണ്? ഹദീസിൽ തന്നെ പറയുന്നത് ഇബ്രാഹിം നബിന്റെ തീയിലൂതിയല്ലോ. ആ ഇബ്രാഹിം നബിന്റെ തീയിലൂതിയത് കൊണ്ട് ആ തീയിലൂതിയതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ പല്ലിക്കല്ലേ കുറ്റുള്ളൂ. അപ്പല്ലിനെ കൊന്നാ പോരെ? കുറെ കാലം പോന്നിട്ട് ഇന്നുള്ള പല്ലുകളൊക്കെ തെറ്റില്ലാത്തവരല്ലേ? നല്ലൊക്കെ അന്നത്തെ പല്ലിട്ട് വല്ല നരകത്ത് കേൾക്കുന്ന വണ്ടി വല്ല തെറ്റല്ലേ? ഇവർക്കെന്ത് ഹറാമാ? ഇവർക്കെന്ത് തെറ്റാ? ഇവർക്കെന്ത് തെറ്റിലിഫ? തെറ്റ് എഴുതിന് ആ പല്ലിനെ കൊല്ലുന്നത് അവർ മനസ്സിലാക്കിയത്. തെറ്റ് എഴുതിന് പല്ലിനെ കൊല്ല, തെറ്റിയതിന് വേറെ കൂട്ടര് അള്ളാന്റെ റസൂൽ കൊല്ലാൻ പറഞ്ഞ ജീവിയെ നമുക്ക് കൊല്ലുന്നത് അള്ളാഹുവിന്റെ നിയമമാണ്. അള്ള പടച്ച ചില ജീവികളെ മറ്റു ചില പടപ്പുകളെ കൊണ്ട് കൊല്ലൽ അള്ളാന്റെ സുന്നത്താണ്, അള്ളാന്റെ വ്യവസ്ഥിതി. പാമ്പിനെ കൊല്ലണം, നമ്മൾ കൊല്ലാതെ പാമ്പിനെ കൊല്ലാൻ കഴിയുമോ? അപ്പൊ നമ്മളോട് കൊല്ലം കൽപ്പിക്കാം. കേളിനെ കൊന്നു നശിപ്പിക്കണം, കുറെ വംശനാശം ഇങ്ങനെ വരുത്തണ്ടേ? നമ്മളല്ലേ അള്ളാന്റെ പ്രതിനിധികൾ, അള്ളാഹുവിന്റെ പ്രതിനിധികളായി ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യന്മാര് അള്ളാന്റെ പടപ്പിന് ചിലരെ കൊല്ലണമെന്ന് പറയാൻ അള്ളാഹ്ക്കല്ലാതെ പിന്നെ ആർക്കാണ് അധികാരം? ആ അധികാരമുള്ള അള്ളാഹുവിന്റെ ഹബീബായ റസൂലായ തിരുനിബിതങ്ങൾക്ക് വഹി നൽകിയിട്ട് നിബിതങ്ങൾ പറയുമ്പോ ആ നബിയുടെ ഹദീസ് ഇമാം മുസ്ലിം നിവേദനം ചെയ്യുമ്പോ, ബുഖാരി നിവേദനം ചെയ്യുമ്പോ, മറ്റ് ഹദീസിന്റെ കിതാബുകളിലൊക്കെ വിവരം ചെയ്യുമ്പോ കോടാനുകോടി ഇമാമുകൾ ഉദ്ധരിച്ചു വരുമ്പോ ഇപ്പൊ ആ ഖുർആനെതിരാണ്. ഇപ്പൊ ഖുർആൻ എന്താ പോലും മനസ്സിലാക്കുന്നത്? ഈ വാക്കൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. നമ്മളെ പള്ളിയിലെ ഓറ് വരെ കഴിഞ്ഞു പോയ ഒരൊറ്റ ആലിമിനും ഖുർആനിലെ ഈ ആയത്ത് തിരിഞ്ഞിട്ടില്ല. കൂട്ടരെ ഖുർആന്റെ ആയത്ത് നിങ്ങൾക്ക് വേറുണ്ടോ? ഞങ്ങളൊന്നും കാണാത്തൊരു ഖുർആൻ നിങ്ങൾക്ക് വേറുണ്ടോ? ആയത്തിന്റെ എണ്ണത്തിനും ഖുർആനിലൊന്നും തർക്കമല്ലപ്പോ. എണ്ണി വെക്കുന്നിടത്ത് തർക്കമുണ്ടെന്നല്ലാതെ ഇന്ന് ലഭ്യമായ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ സൂറത്തുൻ നാസ് വരെ അവസാനിക്കുന്ന ഖുർആൻ എല്ലാവർക്കും അറിയാം. ഫാത്തിഹ മുതലല്ലേ, ഒരു ഹർഫ് മാറ്റല്ല. വഹാബിക്കും സുന്നിക്കൊക്കെ ഖുർആൻ. ആ ഖുർആനെതിരാണ് എന്നുള്ളത് ഇമാം നവവിക്ക് തിരിഞ്ഞില്ല, ഹദീസ് കൊണ്ടുവന്ന ബുഖാരി ഇമാമിന് തിരിഞ്ഞില്ല, ബുഖാരിക്ക് പറഞ്ഞു കൊടുത്ത ശൈഖുമാർക്ക് തിരിഞ്ഞില്ല, അള്ളാഹുവിന്റെ ഹബീബായ നബി വരെയുള്ള ആർക്കും തിരിഞ്ഞില്ല. എന്നിട്ട് പിന്നെ ഖുർആനെതിരായതുകൊണ്ട് മാറ്റി നിർത്തുമോ?
ഇതിലെന്താ മനസ്സിലാക്കിയെന്നറിയോ? മത്തിന് ഖുർആന്റെ സെനത് മാത്രം നന്നായ പോലെ. അപ്പൊ മുസ്ലിമിനും ബുഖാരിയിലും ഉള്ളതല്ലേ, നിവേദക പരമ്പര കൃത്യമല്ലേ, സ്വഹീഹല്ലേ എന്ന് പറയുമ്പോൾ നിവേദക പരമ്പര കൃത്യമായാലും മത്തിന് ദോഷമില്ലാതിരിക്കണോ? എന്തെങ്കിലും മത്തിന് പിടിച്ചിക്കരുത്. മത്തിനിന്റെ ദോഷം എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഈ മത്തിന്റെ ദോഷം എന്ന് പറയാൻ? ഇമാമിയങ്ങൾ എന്താ ഈ ദോഷം എന്ന് പറയലേ? ഇമാം അനസ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ഖതാദ റളിയല്ലാഹു അൻഹു എന്നവർ ഒരാൾക്ക് എഴുതി കൊടുത്തതായ ഒരു റിപ്പോർട്ട് സ്വഹീഹ് മുസ്ലിമിന്റെ ഒരു ഹദീസിലുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖതാദ എന്നവർ ഖതാദ ഒരാൾക്ക് എഴുതി കൊടുത്തതായിട്ട് ഒരാൾ പറയുന്നത്, അത് പണ്ഡിതന്മാരാണ്, സനദ് നല്ല കൃത്യ. ആ സനദ് കൃത്യമായ ഒരു ഹദീസ് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിനുണ്ട്. എന്താ ഹദീസിന്റെ സാരമെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഞാൻ നിസ്കരിച്ചു. അപ്പൊ നബി തങ്ങൾ അന്ന് ഖുർആൻ ഓതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ടാണ് നബി അന്ന് ഓത്തു തുടങ്ങിയത്. വലം യദ്കുർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നബി തങ്ങൾ പറഞ്ഞതുമില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയത്. അങ്ങനെ നബി ഓതിയത് അനസ് എന്നവരിൽ നിന്ന് കേട്ടതായിട്ട് ഖതാദ എന്നവർ പറയുന്നതായിട്ട് ഖതാദ ഒരാൾക്ക് എഴുതി എടുത്ത് സ്വഹീഹ് മുസ്ലിമിനുണ്ട്. റിപ്പോർട്ട് ശരിയാണ്. റിപ്പോർട്ടും സനദും ഒക്കെ ശരിയാണെങ്കിലും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ നിരൂപണത്തിന് വിധേയമായ ഹദീസാണ് ഈ ഹദീസ്. ഇമാം ഷാഫിഈ നിരൂപിച്ചിട്ട് കഴിഞ്ഞിട്ട് ആ മുസ്ലിമിന് ഓർമ്മ. ഈ മുസ്ലിമിലെ ഹദീസിനെ ഇമാം ഷാഫിഈ നിരൂപിച്ചാണ് മനസ്സിലാക്കണ്ട. ഇമാം ഷാഫിയുടെ നിരൂപണം കഴിഞ്ഞിട്ടാണ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് കൊടുത്തത്. അപ്പം മദ്ഹബ് പറയുമ്പോൾ ഇമാം ഷാഫിയുടെ നിരൂപണത്തിനാണ് പ്രാധാന്യം. ഷാഫി ഇമാമിന്റെ മദ്ഹബിൽ തന്നെ നിലകൊള്ളുന്ന മുസ്ലിം ഇമാമിനും അതിൽ വിയോജിപ്പില്ല. എന്നാൽ തന്റെ ഹദീസിന്റെ കിതാബിൽ തനിക്ക് ലഭിച്ച ഹദീസുകൾ തന്റെ വ്യവസ്ഥ പ്രകാരം സ്വഹീഹായാൽ അതൊക്കെ താൻ ചേർത്തു. ഇതാണ് മുഹദ്ദിസീങ്ങളുടെ നില. ഇത് സാധാരണക്കാർ മനസ്സിലാക്കണം. ബുഖാരി ഇമാമ് തന്റെ കിതാബ് കൊണ്ടെന്ന ഹദീസൊക്കെ കേട്ടാൽ അതൊക്കെ ബുഖാരി ഇമാമിന്റെ മദ്ഹബാണ് പഠിക്കല. അങ്ങനെ ഹദീസിന്റെ കിതാബിൽ ആരും പഠിക്കരുത്. ഇമാം ബുഖാരി മിന ഷാഫിഇയ്യ, ഷാഫിഇയ്യത്തിൽപ്പെട്ട ആളാണ്, ഷാഫി മദ്ഹബുകാരനാണ്. ഷാഫി മദ്ഹബുകാരനായ ഇമാം ബുഖാരിക്ക് ഏതെങ്കിലും മസ്അലയിൽ ഷാഫി മദ്ഹബിലെ ചില അഭിപ്രായങ്ങൾ ബലപ്പെട്ടതിനെതിരായിട്ട് സ്വന്തമായിട്ടും തെരഞ്ഞെടുത്തിട്ടുണ്ടാവാം. അത്തരം ഇഖ്തിയാറാത്തുകൾ പലർക്കുമുണ്ട്. അതുകൊണ്ട് മദ്ഹബൊന്നും പുറത്തു പോകൂല. വിഷയം ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ പഠിക്കാം. അങ്ങനെ ഇമാം ഷാഫിഈ തങ്ങൾ അവരുടെ മദ്ഹബിൽ ഉറച്ചു നിൽക്കുന്ന ഇമാം ബുഖാരി തന്റെ വ്യവസ്ഥ പ്രകാരം സ്വഹീഹായി ലഭിച്ചിട്ടുള്ള ഹദീസുകൾ മുഴുവൻ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കും. അങ്ങനെ ഉദ്ധരിച്ച കൂട്ടത്തിൽ ഇമാം മുസ്ലിമും തന്റെ വ്യവസ്ഥ പ്രകാരം സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ചു. പക്ഷേ ഈ ഹദീസിന്റെ മത്തിന് ഇമാം ഷാഫിഈ തങ്ങൾ അവർക്ക് നിരൂപണം വിധേയമായ ഹദീസാണ്. അപ്പൊ നമ്മൾ ഷാഫിഈ മുഹദ്ദിസുകൾ ഈ ഹദീസിന് നിരൂപണം നടത്തും. ഇത് മുസ്ലിം സ്വഹീഹായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സനദ് ശരിയാണെങ്കിലും മത്തിന് ഇത് നിരൂപണ വിധേയമാണ്. മത്തിനിൽ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇതേ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ട് 7 or 8 ആളുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്. 7 or 8 ആളുകൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. ആ 7-8 പരമ്പരകളിലൂടെയും വലം യദ്കുർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ട് റസൂലുള്ളാഹി ഓതിയേ ഉള്ളൂ, തുടങ്ങിയേ ഉള്ളൂ. ബിസ്മി പറഞ്ഞിട്ടില്ല എന്നില്ല. അപ്പൊ 8 ഇതേ ഹദീസ് നിവേദനം ചെയ്ത 8 പരമ്പരയിലുള്ള 8 റിപ്പോർട്ടർമാരോടും എതിരായിട്ടുള്ളതാണ് അനസ് എന്നവരിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഖതാദയുടെ റിപ്പോർട്ട്. ഖതാദയാവട്ടെ ജന്മനാ അന്ധനാണ്. ജന്മനാ അന്ധനായ ഖതാദയ്ക്ക് എഴുത്തുകാരുടെ സഹായം കൊണ്ടേ പഠിക്കാൻ കഴിയൂ. ആ എഴുത്തുകാരുടെ സഹായത്താലാണ് ഈ ഹദീസ് താൻ ആർക്കാണോ എഴുതി കൊടുത്തതെങ്കിൽ അയാൾക്ക് എഴുതി കൊടുത്തതും. ആ എഴുത്തുകാരൻ ആരായിരുന്നു എന്നിവിടെ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വകയിൽ കൈവെക്കുകയും ചെയ്തിട്ട് ഇഫ്തതഹ ബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നബിതങ്ങൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ടാണ് അന്ന് നിസ്കാരം തുടങ്ങിയത് എന്ന് പറഞ്ഞപ്പോ അയാൾ മനസ്സിലാക്കിയിരിക്കും ബിസ്മി ചൊല്ലിയില്ലാന്ന് അതിന്റെ അർത്ഥം.
ബിസ്മി ചൊല്ലിയിലാണ് അർത്ഥം മനസ്സിലാക്കിയിട്ട് അയാളുടെ വക വിശദീകരണം കൊടുത്തു. വലം യദ്കുർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അദ്ദേഹം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നബി തങ്ങൾ പറഞ്ഞതുമില്ല എന്ന്. അങ്ങനെ കടന്നുകൂടിയതാവാനാണ് ഈ ഹദീസിൽ വലം യദ്കുർ ബിസ്മില്ലാഹി എന്ന റിപ്പോർട്ട്. ആ വാക്യം 8 റിവായത്തുകളിലുമില്ല. അതുകൊണ്ട് അതിനേക്കാൾ പ്രബലമായ പരമ്പരകളിലൂടെ പ്രബലമായ റിപ്പോർട്ടർമാർ നിവേദനം ചെയ്തതിന് വിരുദ്ധമായിട്ടുള്ള ഈ കഷ്ണം ഏതോ റിപ്പോർട്ടർമാർ, എഴുത്തുകാർ മനസ്സിലാക്കിയത് അവരുടെ മനസ്സിനനുസരിച്ച്, താല്പര്യത്തിനനുസരിച്ച് റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ ഉദ്ദേശം, അനസ് എന്നവരുടെ വാക്കിന്റെ ഉദ്ദേശം ഇതാണെന്ന് വിചാരിച്ചു ചേർത്തതായിരിക്കും. ഇതാണ് മത്നിന്റെ പ്രശ്നം എന്ന് മാത്രവുമല്ല, ഇതേ അനസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് നിസ്കരിച്ചപ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ട് തുടങ്ങിയോ അതല്ല ബിസ്മി കൊണ്ട് തുടങ്ങിയോ എന്നൊരാൾ ചോദിച്ചതിന് അനസ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, ഇന്ന് വരെ ഞങ്ങളാരും കേൾക്കാത്ത ചോദ്യമാണ് കുട്ടി നീ ചോദിക്കുന്നത്. നോക്കണം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ടാണോ നബി തുടങ്ങിയത്, ബിസ്മി കൊണ്ട് നബി ഓതിയിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഇന്ന് വരെ ഞങ്ങളിത് കേട്ടിട്ടില്ല ഈ ചോദ്യം. കാരണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ ബിസ്മി അതിൽ പെട്ടതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ബിസ്മി അതിൽ പെട്ടതാണോ എന്ന ചോദ്യം പുതുമയുള്ളതാണ് എന്നാണ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബലപ്പെട്ട് കിട്ടിയ വ്യക്തമായ മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. ആ അനസ് വലം യദ്കുർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉദ്ധരിക്കാനും പറയാനും വകയില്ല. അതുകൊണ്ട് ഈ പദം വലം യദ്കുർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് സംശയാസ്പദമാണ്. റിപ്പോർട്ടർ തന്റെ ആശയം മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ വക പദമിട്ടതാണ്. ഇത് കുറ്റമൊന്നുമല്ല, ആഖിറത്തിൽ കുറ്റം കിട്ടുന്ന തെറ്റല്ല, മനസ്സിലാക്കിയപ്പോഴേക്കും. വാസ്തവം എന്താണ്, അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ട് തുടങ്ങി എന്നാൽ സൂറത്തുൽ ഫാത്തിഹന്റെ ഒരു പേരാണത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സൂറത്ത്, അലിഫ് ലാം മീം സൂറത്ത് എന്ന് പറഞ്ഞിട്ടില്ലേ, ഹല്ലത അലൽ ഇൻസാനി സൂറത്ത് എന്ന് പറയുന്ന വീട്ടിലെ സബ്ബിഹിസ്മ സൂറത്ത് എന്ന് പറയാറില്ലേ, ഇദാ ജാഅക്കൽ മുനാഫിഖൂന സൂറത്ത് എന്ന് പറയാറില്ലേ, ഹല്ലതാക ഹദീസുൽ വാശിയ സൂറത്ത് എന്ന് പറയാറില്ലേ, ഇഖ്റാ ബിസ്മി റബ്ബിക എന്ന് പറയാറില്ലേ. അപ്പൊ ഹദീസ് ഖുർആനിലെ സൂറത്തിന്റെ ആദ്യത്തെ വാചകം എടുത്തിട്ട് ആ സൂറത്ത് എന്ന് സൂറത്തിന് പേര് പറയാറുണ്ട്. ഇങ്ങനെയുള്ള പല പേരുകളിൽ ഫാത്തിഹ സൂറത്തിന്റെ ഒരു പേരാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസൂറത്ത് കൊണ്ട് തുടങ്ങി എന്നാണ് വാസ്തവത്തിൽ അനസിന്റെ വാക്കിന്റെ അർത്ഥം. അവിടെ ബിസ്മി നബി ചൊല്ലിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അനസ് എന്നവർക്ക് അത്ഭുതം. ഇത് ഇമാം ഷാഫിയുടെ നിരൂപണമാണ്. ഈ നിരൂപണം വെച്ചിട്ട് ആ ഷാഫി മദ്ഹബുകാർ ബിസ്മി ഓതരുത്, ഫാത്തിഹയിൽപ്പെട്ടതല്ല എന്ന് പറയുന്നതിനെതിരെ മസാല പറയുന്നത്. ഇതൊന്നും ചിന്തിക്കാതെ മത്തിന് കേടുണ്ട് എന്ന് പറയുമ്പോൾ ഖുർആന് വിരുദ്ധ, ബുദ്ധിക്ക് വിരുദ്ധാന്ന് മനസ്സിലാക്കിയതാ ഈ മണ്ടന്മാരെ. നെസ്സിനെതിരെന്ന് കാണും, പക്ഷെ ആ നെസ്സിനെതിരെ വരുന്ന മത്തിനൊന്നും നമ്മുടെ കിതാബിൽ കാണൂല. നമ്മൾ കൊടുത്ത കിതാബിലൊന്നും വിശുദ്ധ ഖുർആന്റെ നെസ്സിനെതിരായ ഒരു ഹദീസും കാണൂല. അത്രയും തിരിയില്ലാത്തവരാണോ ഈ മുഹദ്ദിസുകൾ? വിശുദ്ധ ഖുർആൻ വ്യക്തമായി ഖണ്ഡിതമായി പ്രസ്താവിച്ച വ്യക്തപ്രസ്താവനകൾക്ക് എതിരായതാണ് ഈ ഹദീസിന് തിരിയാത്ത മണ്ടന്മാരാണോ നിങ്ങളുടെ ഭാഷയിൽ നമ്മുടെ ഹദീസ് ക്രോഡീകരിച്ച മുഹദ്ദിസുകൾ? അപ്പൊ അവർക്കാർക്കും ഖുർആന്റെ നെസ്സിന് വിരുദ്ധമായി എല്ലാവരും മത്തിന്റെ കുഴപ്പം പറയുന്നത്. ഇതാണ് നമ്മുടെ ആളുകൾ ഹദീസിനെ മനസ്സിലാക്കുന്ന രീതി. ഞാൻ പറഞ്ഞു വന്നത് ഹദീസിന്റെയും സുന്നത്തിന്റെയും ലഭ്യത വളരെ പരിമിതമാണ്. 10 ലക്ഷം ഹദീസെങ്കിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ഈ ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ ഒഴിച്ചിട്ട് പോയിരിക്കെ, അതിൽ നിന്ന് 1 ലക്ഷം ഹദീസ് പോലും ഇന്ന് ലഭ്യമല്ലാതിരിക്കെ, അത്തരം 10 ലക്ഷം ഹദീസുകളും മനപ്പാടമുണ്ടായിരുന്ന ഇമാമുന ശാഫിഈ, ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക് എന്നിവരെ പോലുള്ള മഹാന്മാരായ മുജ്തഹിദുകൾക്ക് കിട്ടിയ ഹദീസുകൾ പിൽക്കാലക്കാരായ വഹാബികൾക്ക് കിട്ടാൻ വഴിയില്ല. അവർ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എഴുതി വച്ചിട്ടുള്ള നിയമങ്ങൾ ഹദീസ് ഇല്ലാത്ത നിങ്ങൾ സ്വന്തം ഇച്ഛയുടെ അടിസ്ഥാനത്തിൽ തോന്നിയാസം പറഞ്ഞിട്ട് ഇത് ഖുർആനെതിരാണെന്ന് പറയാനേ പറ്റൂ. അങ്ങനെയാണ് ഖുർആനും സുന്നത്തിനും വിരുദ്ധമായത് ഫിഖ്ഹിന്റെ കിതാബിലുണ്ടെന്ന് നിങ്ങൾ ജനിപ്പിക്കാനിട വരുന്നത്. ഇപ്പൊ ഖുർആനും സുന്നത്തും മനസ്സിലാക്കാനിട്ടാണ്.
ചുരുക്കി ഞാൻ ഇന്ന് പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സുന്നത്തുമായി പിടിച്ചു നിൽക്കാൻ എളുപ്പമാണ്. പക്ഷെ പിടിച്ചു നിൽക്കണമെങ്കിൽ ആ സുന്നത്ത് ലഭിച്ചതായ ഇമാമുകളും ഫുഖഹാഉം മുഹദ്ദിസുകളും അവർ വിവരിച്ചതെന്ന ആശയത്തിനനുസരിച്ച് പഠിക്കണം. അപ്പോഴേ സുന്നത്ത് പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഖുർആനും പിടിച്ചു നിൽക്കാൻ എളുപ്പമാണ്. ഖുർആനിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഇമാമുകൾ വ്യക്തമാക്കി തന്ന അതേ ഇൽമുകളൊക്കെ നമ്മൾ പഠിക്കുക. ഇതാണ് ഖുർആൻ പിടിച്ചു നിൽക്കുക. പരിഭാഷ കൊണ്ട് പിടിച്ചാൽ ഖുർആനിൽ വിവരമില്ല, ഹദീസുകളാണെങ്കിലോ ലഭ്യവുമല്ല. അപ്പൊ ഖുർആനും സുന്നത്തും എന്ന് പറയുന്നവർ വാസ്തവത്തിൽ നമ്മുടെ ഇമാമുകൾക്കെതിരിൽ പറഞ്ഞാൽ പൂലിവാല് പിടിക്കും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഭിന്നിപ്പിന്റെ കയത്തിൽ മുങ്ങിയിട്ട് തോന്യാസം അവർ പറഞ്ഞതും അവർ ഫത്വ നൽകിയതും ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വായിക്കാം.